ഞാൻ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളെല്ലാം നോക്കി. പാർലമെൻറ്റിൽ അദ്ദേഹം കുറേ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒന്നും വയനാടിനെ പറ്റിയില്ല. രാഹുൽ ഗാന്ധി വന്നതിനേക്കാൾ കൂടുതൽ ആനകൾ വയനാട്ടിൽ. ആ പ്രസ്താവന ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തു. ഒരൊറ്റ മലയാള മാധ്യമം ചർച്ച ചെയ്തില്ല. സർക്കാസമാണെങ്കിലും അതാണ് റിയാലിറ്റി. അദ്ദേഹം പറയുന്നത് എൻ്റെ കുടുംബമാണ് വയനാടെന്നാണ്. അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. റെയിൽവേ ഇല്ലാത്ത ഒരു മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിക്കുകയാണ്. ഒരിക്കലെങ്കിലും അദ്ദേഹം ഒരു റെയിൽവേ മന്ത്രിയെ കാണാൻ പോയി എന്ന് പറഞ്ഞാൽ അതിനൊരു സത്യമുണ്ട്. അതൊരിക്കലും അദ്ദേഹം പോയില്ല. പിന്നെ അനിരാജ വന്നു എന്നുള്ളത് കൊണ്ട് ഒരു പ്രസക്തിയില്ല. അവർ തന്നെ പറയുകയാണ് നിങ്ങൾ വേണ്ട വരണ്ട, ഫ്രണ്ട്സ് ആണെന്നാണ് പറയുന്നത്. 20% ഉള്ള ട്രൈബൽസിൻ്റെ അവസ്ഥ ഇപ്പോഴും, പട്ടികവർഗ്ഗക്കാരുടെ അവസ്ഥ അതീവ ശോചനീയമാണ്. പല വീടുകളിലും ടോയ്ലറ്റുകളില്ല, പിന്നെ കുടിവെള്ളം എത്തിച്ചിട്ടില്ല. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ തറക്കല്ലിട്ട ഫൗണ്ടേഷൻ ഇട്ടതാണ് നമ്മുടെ നഞ്ചൻകോട്, നിലമ്പൂർ. ഇത്രയും കാലമായിട്ട് അത് അനങ്ങിയില്ല. ഇപ്പം മോദിജി വന്നതിന് ശേഷമാണ് അതിൻ്റെ ഒരു സർവേ. എന്തുകൊണ്ട് ഇത്രയും കാലം അവഗണിക്കപ്പെട്ടു? വോട്ടർമാർ ഞാൻ കണ്ടവരെല്ലാം പറയും, സാർ ഞങ്ങൾക്ക് ഒരു സ്ഥിരം ആൾ വേണം. ഇങ്ങനെ ഈ വഴിപോക്കരും അവർ ടിപ്പു സുൽത്താൻ എന്ന് കേട്ടപ്പോഴാണ് അവർക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത്. ഇത് ഉയർത്തിക്കൊണ്ടുവന്നവരുടെ ദുഷ്ടലാക്കി എനിക്കറിയാം. റിയാസ് അടക്കം കൊടുക്കും. ഇതൊന്നും ഞാനുണ്ടാക്കിയ നെറേറ്റീവാണ്. ഞാനിത് എത്രയോ കാലം മുമ്പ് ഇവിടെ ആൾക്കാർ പറഞ്ഞ ഒരു റിയാലിറ്റി പറഞ്ഞു. ഇത് വിവാദമാക്കണം എന്നൊന്നും ഉദ്ദേശിച്ചില്ല. പഴശ്ശിയും തലക്കൽ ചന്തുവും എടച്ചന കുങ്കനും ഒക്കെ നടത്തിയ ഒരു ഉഗ്രൻ പോരാട്ടമുണ്ട് ഇവിടെ. യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ചൊരു മണ്ണാണ്. പക്ഷെ അത് തമസ്കരിക്കപ്പെട്ടു. എനിക്ക് അവരോട് പറയാനുള്ള, അറ്റ്ലീസ്റ്റ് ഒരു പൊതുപ്രവർത്തകൻ വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ വായിക്കാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെ കേരളത്തിൽ ചെയ്യുന്നത്, പ്രത്യേകിച്ച് മലബാറിലുള്ള. ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലം. ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികളെ നേരിടുന്നത് മണ്ഡലത്തോട് ആത്മബന്ധമുള്ള, നിരവധി വർഷം ഇവിടെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നേതാവാണ്. വയനാട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ K. സുരേന്ദ്രനാണ് ഇന്ന് ബ്രേവ് ഇന്ത്യക്കൊപ്പമുള്ളത്. ശ്രീ സുരേന്ദ്രൻ, വയനാട്ടിൽ നിന്നാണ് സാമൂഹ്യ പ്രവർത്തനം ആരംഭിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം? അത് എൻ്റെ മൂത്ത 2 സഹോദരന്മാരും ഒരു വർഷങ്ങൾക്ക് മുമ്പേ, അവർ ചെറുപ്പകാലം മുതൽക്ക് തന്നെ അവർ വയനാട്ടിൽ വന്നവരാണ്. അവർ രണ്ടുപേരും കൽപ്പറ്റയും കൈനാട്ടിയിലുമൊക്കെ ആയിട്ടൊരു 4 പതിറ്റാണ്ടിലധികം ഇവിടെ ഉണ്ടായിരുന്നവരാണ്. ഞാൻ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് പാലക്കാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മൂത്ത സഹോദരൻ്റെ ഒരു സ്ഥാപനം, അദ്ദേഹം ഇവിടെ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒരു ചെറിയ സ്ഥാപനം നടത്തി വരികയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ബ്രെയിൻ ട്യൂമർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം പിന്നെ നടത്തിക്കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അദ്ദേഹം മരണപ്പെട്ടു. ആ സമയത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ വയനാട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് 10 വർഷത്തോളം ഇവിടെ ഉണ്ടായി. അതിനിടയിൽ ഞാനൊരു സ്വകാര്യ എസ്റ്റേറ്റിൽ ഒരു 10 വർഷത്തോളം ജോലി ചെയ്തിരുന്നു. എസ്റ്റേറ്റ് ജോലി ആയതുകൊണ്ട് ഒരു 3 മണിയാകുമ്പോഴേക്കും നമ്മുടെ സമയം ജോലിയെല്ലാം കഴിയും. പിന്നെയുള്ള സമയം മുഴുവൻ ഞാൻ പാർട്ടി പ്രവർത്തനവും അപ്പോൾ അതുകൊണ്ട് ഞാൻ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ആദ്യമായിട്ട് ഇവിടെ നിന്നാണ് ആവുന്നത്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ സ്ഥലങ്ങളിലും നല്ല 10 വർഷം കൊണ്ടുണ്ടാവുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത് ചെറിയൊരു ബന്ധമല്ല. അതിനുശേഷവും എൻ്റെ സഹോദരങ്ങളും ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അത് വയനാടുമായിട്ടുള്ള ബന്ധം ഒരിക്കലും, ഒരു വയനാട്ടുകാരൻ എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വോട്ടർമാർക്ക് എന്നെ ഒരു അപരിചിതത്വം ഇല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പഴയ കാലത്ത് പ്രവർത്തിച്ച ആൾക്കാരുടെ കൂടെ തന്നെ പോകാൻ കഴിഞ്ഞു. ഞാനിപ്പോൾ ഒരുപാട് ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ ചെന്ന് പെടുന്നത് പുതിയ ഒരാളായിട്ടാണ്. ഇപ്പം മഞ്ചേശ്വരത്ത് ഞാൻ പോയപ്പം, പക്ഷേ അവിടെ 3 ഇലക്ഷനിൽ മത്സരിച്ചതോടുകൂടി ഞാൻ അവിടുത്തെ ആളുകളുടെ ഇടയിൽ ഒരു കന്നഡക്കാരനായി. പത്തനംതിട്ടയിലും ഞാൻ യാദൃശ്ചികമായിട്ടാണ് പോകുന്നത്. ആ ശബരിമല പ്രശ്നം, അതിനു മുമ്പ് ഞാൻ ഒരിക്കലും പത്തനംതിട്ടയിൽ എനിക്ക് താഴെ പേരുകളില്ല. ഇപ്പോൾ പത്തനംതിട്ടയിൽ ഞാൻ അവരുടെ എല്ലാ സ്ഥലങ്ങളിലും അപ്പം പല ജില്ലകളിലും ഇത് ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് കാരണം. പക്ഷേ വയനാടിനെ സംബന്ധിച്ച് നേരത്തെ പരിചയം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് പോകുന്നു, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് പോകുന്നതുകൊണ്ട് വല്ലാത്തൊരു ടച്ചിങ് ഇലക്ഷനാണ്. ഇത്രയും ഇലക്ഷൻ മത്സരിച്ചപ്പോഴും ഇത്രയും ഒരു വികാരപരമായിട്ട് അതിന് ആളുകളും കാണുന്നുണ്ടായിട്ടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചും ഒരു വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഇലക്ഷനാണ്. ക്യാമ്പയിൻ്റെ തുടക്കത്തിൽ ഇവിടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. ഒരു പഴയ ഓർമ്മകൾ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കാണല്ലോ, അപ്പോൾ എല്ലാം പഴയ പരിചയക്കാരും അവരുടെ വീടുകളാണ്. അപ്പോൾ അവിടെ ഒരു ക്യാമ്പയിൻ, ഒരു പബ്ലിക് പ്രോഗ്രാമിന് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അവർ വീട്ടിലേക്ക് വിളിക്കും. അപ്പോൾ 2 മിനിറ്റ് അവിടെ കയറിയില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് സമയത്തിൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ട് അതിൻ്റെ പേരിൽ ബാധിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും എനിക്കത് വളരെ ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ഇലക്ഷനാണ്. ധാരാളം ആൾക്കാരുടെ വീടുകളിൽ താമസിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ആദിവാസി. ഞാൻ ആ മേഖലയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അവരുടെ പ്രശ്നങ്ങൾ ഒരുപാട് ഞാനിവിടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്തിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും വയനാട്ടിൽ അങ്ങനെ സമരങ്ങൾ ചെയ്തിട്ടില്ല. ഇവിടെ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. മാരാർജി ആയാലും CK പത്മനാഭൻജി ഇവിടെ ഒരുപാട് കാലം ഇവിടെ ഫുൾ ടൈമറായിരുന്നു.
അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ആദിവാസി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സമരങ്ങളാണ്. അത് തുടർന്ന് പിന്നീട് ഏറ്റെടുത്ത് കൊണ്ടുപോയത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ അതുകൊണ്ട് എല്ലാ ഊരുകളിലും എനിക്ക് ബന്ധങ്ങളുണ്ട്. ഞാൻ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ആ ഊരുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കാണുമ്പോൾ എനിക്ക് അവർ പറയും ഞങ്ങളുടെ അന്നത്തെ ദേവപ്പുര ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്, തെയ്യം തെറ നടക്കുന്ന സ്ഥലം അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്കതെല്ലാം പഴയ നമ്മുടെ വല്ലാത്തൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരു ഇലക്ഷനാണ്. ഈ വയനാടിൻ്റെ ഒരു മാറ്റം അന്ന് താങ്കൾ പ്രവർത്തിച്ചിരുന്ന സമയവും ഇപ്പോഴും തമ്മിലുള്ള വികസനത്തിലുമൊക്കെയുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ നാഷണൽ ഹൈവേ വികസിച്ചതോടുകൂടി ഈ ടൂറിസ്റ്റ് കുറേ റിസോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇപ്പോൾ ചുരം കയറി കഴിഞ്ഞാൽ വൈത്തിരി മുതൽ അങ്ങ് മുത്തങ്ങ വരെയും, മാനന്തവാടി ആ ഭാഗം മുതൽ അങ്ങ് തലപ്പുഴ മുതൽ ഇങ്ങ് മേപ്പാടി വരെയും അല്ലെങ്കിൽ ചൂരൽമല വരെയും ഒക്കെ നോക്കിയാൽ നമുക്ക് ധാരാളം ഹോം സ്റ്റേകളും അതുപോലെ തന്നെ ഇതും വന്നിട്ടുണ്ട്. ആൾക്കാർ വരുന്നതിൻ്റെയാണ്. പക്ഷേ ഇൻറ്റീരിയർ വയനാട്ടിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഉൾനാടൻ റോഡുകൾ അതേപോലെ ഉണ്ട്. ആദിവാസി ഊരുകൾ പൂർണ്ണമായിട്ടും അതുപോലെ തന്നെയാണ്. ആദിവാസികൾ മാത്രമല്ല, ഇവിടുത്തെ സമുദായങ്ങളെല്ലാം പാവപ്പെട്ട സമുദായങ്ങളാണ്. ഇപ്പോൾ വയനാടൻ ചെട്ടി സമുദായമുണ്ട്. അവർ പരമ്പരാഗതമായി വയനാടിൻ്റെ ഒരു മക്കൾ എന്നതുപോലെ, ആദിവാസികൾ എന്നതുപോലെ പറയാൻ പറ്റുന്ന ഒരു സമുദായമാണ്. അവരുടെ സാമൂഹ്യാവസ്ഥ വളരെ ദുർബലമാണ്. അതുപോലെ തന്നെ ആദിവാസികളിലെ എല്ലാ വിഭാഗം ജനങ്ങളും വളരെ പാവപ്പെട്ടവരാണ്. പിന്നെ കുടിയേറ്റ കർഷകരാണ്. മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നല്ലൊരു വിഭാഗമുണ്ട്, പ്രത്യേകിച്ച് ക്രൈസ്തവ സഹോദരന്മാർ. അവരുടെയും ജീവിത നിലവാരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു കാലത്ത് നല്ല രീതിയിൽ വന്ന സ്ഥലങ്ങളുണ്ട്, പുൽപ്പള്ളി, ഇരുളം, അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെയും ഒക്കെ അവസ്ഥ വളരെ മോശമാണ്. ഇപ്പോൾ കാപ്പിക്കൊക്കെ നല്ല വിലയുണ്ടെങ്കിലും വെള്ളമില്ല. പണ്ടൊക്കെ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്നു. വയനാട് ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ വയനാടിൻ്റെ ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ എവിടെയും ഇതുവരെ കാണാത്ത വല്ലാത്തൊരു ചേഞ്ച് വന്നിരിക്കുന്നു. ഈ ചൂടിപ്പം നമ്മൾ പാലക്കാട് പോലെ അല്ലെങ്കിൽ കോഴിക്കോട് പോലെ തന്നെയായി ചൂട്. രാത്രിയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഭയങ്കരമാണ്. പിന്നെ അതുപോലെ വരൾച്ച. ഇപ്പം ഞാൻ പല സ്ഥലങ്ങളിലും ചെന്നു. ഞാൻ കാപ്പിത്തോട്ടത്തിൽ ജോലി ചെയ്തതാണ്. എനിക്കറിയാം കാപ്പി എങ്ങനെയാണ്, ഏത് കാലത്താണ് അത് പൂക്കുന്നത്, അതിൻ്റെ ഇത് എപ്പോഴാണ് നടത്തേണ്ടത്, പിന്നെ എപ്പോഴാണ് വളം ചെയ്യേണ്ടത്, എപ്പോഴാണ് അത് വളർന്നു വരുന്നത്, റൈപ്പ് എപ്പോഴാണ് ആവുന്നത്. അപ്പോൾ എനിക്ക് ആ പണി നന്നായിട്ട് അറിയുന്നതാണ്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എല്ലാ കാപ്പികളും പൂത്തിരിക്കുന്നു ഇപ്പം. പക്ഷേ മഴയില്ല. അതുകൊണ്ട് എല്ലാം കരിഞ്ഞു പോയിരിക്കുക. നല്ല റെക്കോർഡ് വിലയാണ്. കാപ്പി വില കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ റെക്കോർഡ് വില വർദ്ധിച്ചിരിക്കുന്നു. കോഫി ബോർഡിൻ്റെ നല്ല ഇടപെടലുണ്ട്. പക്ഷേ കർഷകർക്ക് പിന്നെ വെള്ളം സ്പ്രിങ്ക്ലർ ചെയ്യാൻ പറ്റുന്നില്ല. കുടിവെള്ളം തന്നെ പലയിടത്തും ഇല്ല. അപ്പോൾ കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടില്ല. ഇടത്തരക്കാരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചില്ല. പിന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു 20% ഉള്ള ട്രൈബൽസിൻ്റെ അവസ്ഥ ഇപ്പോഴും, പട്ടികവർഗ്ഗക്കാരുടെ അവസ്ഥ അതീവ ശോചനീയമാണ്. പല വീടുകളിലും ടോയ്ലറ്റുകളില്ല, പിന്നെ കുടിവെള്ളം എത്തിച്ചിട്ടില്ല, അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല. ഭൂമിയുടെ പട്ടയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അവരെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു വികസനം നടന്നു എന്ന് പറയാൻ പറ്റാത്ത ഒരു മണ്ഡലമാണ്. പിന്നെ നമ്മൾ ആലോചിച്ചറിയല്ലോ, ഒരു തീവണ്ടി ഇല്ലാത്ത എത്ര ജില്ലകളുണ്ട്? ഇന്ത്യയിൽ തന്നെ വിരലെണ്ണാവുന്ന ജില്ലകളേ ഉള്ളൂ. നമ്മൾ നോക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ തറക്കല്ലിട്ട ഫൗണ്ടേഷൻ ഇട്ടതാണ് നമ്മുടെ നഞ്ചൻഗോഡ്, നിലമ്പൂർ. ഇത്രയും കാലമായിട്ട് അത് അനങ്ങിയില്ല. ഇപ്പം മോദിജി വന്നതിന് ശേഷമാണ് അതിൻ്റെ ഒരു സർവേ. ഇപ്പോൾ ഈ ശ്രീധരൻ സാറൊക്കെ അതിൻ്റെ പ്രപ്പോസലൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. വൈകാതെ ഇവിടെ വരും. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും കാലം അവഗണിക്കപ്പെട്ടു? മറ്റൊന്ന് ആസ്പിരേഷൻ ജില്ലയാണ്. ആസ്പിരേഷൻ ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് നമ്മളെ പ്രിവിലേജാണ്. അത് ഇതുവരെ അവർ അപ്ലൈ ചെയ്തിട്ട് പോലുമില്ല. ഈ ഗവൺമെൻറ് അതിനൊന്നും താല്പര്യമില്ല. ഇത്രയും അധികം രോഗങ്ങൾ അവിടെയൊക്കെ ഈ വിവേകാനന്ദ മെഡിക്കൽ മിഷനെയൊക്കെ നമ്മൾ പൂജിക്കണം. കാരണം ധനഞ്ജയ് സഖ്ദേവ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ, അദ്ദേഹം ഉന്നതമായ MBBS ബിരുദം നേടി നാഗ്പൂരിൽ നിന്ന് ഇവിടെ വരികയാണ് ഒറ്റയ്ക്ക്. ഇവിടെ വന്നിട്ട് അദ്ദേഹം വനവാസികളുടെ ഇടയിൽ, ആദിവാസികളുടെ ഇടയിൽ താമസിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു മെഡിക്കൽ മിഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ചെറുതായിട്ട് തുടങ്ങിയത്. അവിടെയാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഒരു മാരക രോഗത്തിനെ ആദ്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത്. അതിനെതിരെ അദ്ദേഹം എത്ര നിരന്തരമായ പോരാട്ടങ്ങൾ നടത്തി. കഴിഞ്ഞ വർഷമാണ് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിക്കുന്നത്. ഇപ്പോഴും വയനാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ആദിവാസികൾക്കും ഒരു ചികിത്സാ സങ്കേതം എന്ന് പറയുന്നത് വയനാട് മുട്ടിൽ വിവേകാനന്ദ മെഡിക്കൽ മിഷൻ. ഞാനിവിടെയുള്ള കാലത്ത് വളരെ കഷ്ടപ്പെട്ടാണ് അത്. പക്ഷെ ഇപ്പം നല്ല രീതിയിൽ അത് ഉയർന്നു വന്നിട്ടുണ്ട്. നല്ല ഒരു പിന്തുണ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടി. ആ സ്ഥാപനം ഇന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മഹത്തായിട്ടുള്ള സ്ഥാപനമാണ്. പിന്നെ ഈ ആദിവാസി ഊരുകളിലെല്ലാം ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് വനവാസി വികാസ കേന്ദ്രം, അതുപോലെ തന്നെ നമ്മുടെ ഏകൽ വിദ്യാലയങ്ങൾ, ബീപ്പ്, ഇവരെല്ലാം നല്ല രീതിയിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ ഒരു പ്രതിഫലേച്ഛയുമില്ലാതെ. സേവാവൃതികളെയൊക്കെ നിങ്ങൾ പോയി കാണണം. അവരൊക്കെ ആ ആദിവാസി കുടിലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എത്രയോ വർഷങ്ങളായിട്ട് അവർ പ്രവർത്തിക്കുകയാണ്. യാതൊരു പ്രതിഫലേച്ഛയില്ല. ആരും അവരെ സഹായിക്കാനില്ല. ഗവൺമെൻറ് അവരെ പൂർണ്ണമായിട്ടും അവഗണിച്ചിട്ടും അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ വയനാടിനെ ഇന്നിങ്ങനെ നിലനിർത്തുന്നതിൽ അവരുടെ സംഭാവന
വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വയനാടിനെ ആകെ ഒരു ഞാനുണ്ടായിരുന്ന കാലത്ത് ഇപ്പോഴത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആകെ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് കുറച്ചധികം റോഡുകൾ നാഷണൽ ഹൈവേ നന്നായതിൻ്റെ അതിൻ്റെ ഓരങ്ങളിലൊക്കെ കുറച്ച് ഹോം സ്റ്റേകളും ഇതും വന്നിട്ടുണ്ട്. ഇനിയുള്ള വികസന സാധ്യതകൾ എന്തൊക്കെയാണ്? നല്ല സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇത്രയധികം വൈവിധ്യങ്ങളുള്ള കാർഷിക വൈവിധ്യങ്ങൾ തന്നെയുള്ള ഒരുപാട് അന്യം നിന്ന് പോകുന്ന സസ്യലതാദികൾ, അതുപോലെ തന്നെ ഔഷധങ്ങൾ, വയനാടിൻ്റെ ഒരു പ്രകൃതി അങ്ങനെയാണ് അനുഗ്രഹിച്ച പ്രകൃതിയാണ്. അപ്പോൾ അതിനൊന്നും ഇപ്പോൾ കൃഷി ചെയ്യാൻ ഒരാൾ തുടങ്ങിയാൽ തന്നെ രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന് ഈ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം അവർക്ക് വിളവെടുക്കാൻ കഴിയുന്നില്ല. ഇത് സാധാരണഗതിയിൽ അപ്പോൾ ഞാൻ പലയിടത്തും പോയി, ചിലയിടത്തൊക്കെ നമ്മൾ ഈ വാഴ കൊണ്ട് തന്നെ ജീവിക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട്. രണ്ട് പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ നേന്ത്രക്കൊലയും അതുപോലെ പശു വളർത്തലുമാണ്. ഇത് രണ്ടും വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ വാഴ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും തന്നെ അതിൻ്റെ എടുത്ത് വരുമ്പോഴേക്കും തന്നെ പന്നിയോ എന്തെങ്കിലും വന്നിട്ട് നശിക്കും. വന്യമൃഗശല്യം കാരണം ഒരു കൃഷിക്കും വിളവെടുക്കാൻ കഴിയില്ല. വാഴയായാലും ചേമ്പായാലും കപ്പയായാലും ഇതൊക്കെ ഇവിടുന്ന് പോകുന്ന സാധനങ്ങളാണ്. അതിനൊക്കെ വലിയ ഇടിവാണ് അതിലുണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ഒരു മാർക്കറ്റ് ഇല്ല നമുക്ക്. ഇപ്പോൾ ഇവിടുത്തെ ഏലമായാലും കാപ്പിയായാലും തേയിലയായാലും ഇതൊക്കെ ഒരു കർഷകൻ്റെ കൂടെയല്ല, അത് വേറെ ഒരു ഇടത്തട്ടുകാരോ അല്ലെങ്കിൽ അവർക്കാണ് ലാഭം, ഇവർക്ക് കർഷകർക്ക് ലാഭമുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, ഒരു മാർക്കറ്റ് കണ്ടെത്താൻ അവർക്ക്. ഞാൻ പണ്ട് പോലെ പറയുന്ന ഒരു കാര്യമാണ്, ഒരു അഗ്രോ പാർക്ക് ഇത്രയധികം കാർഷിക വിഭവങ്ങളുള്ള ഒരു സ്ഥലത്ത് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ, അതിന് മാർക്കറ്റ് കണ്ടെത്താൻ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ആരും ഇതുവരെ ചിലപ്പോൾ ചർച്ച ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. ഇപ്പോൾ കാപ്പി 100-150 രൂപ ഒരു കിലോ കാപ്പി കുരുവിന് വിലയുണ്ടെങ്കിൽ ബ്രൂക്ക് ബോണ്ട് എന്ത് ചെയ്യുന്നു, അവന് അവിടുന്ന് കാപ്പി എടുത്തിട്ട്, എക്സാമ്പിളാണ്, ഒരു ചെറിയ എക്സാമ്പിൾ, അവൻ ആ കാപ്പി എടുത്തിട്ട് ചിക്കറി ചേർത്ത്, ഒരു ടെക്നോളജീന് ആവശ്യമില്ല കാപ്പിപ്പൊടിക്ക്, ആ ചിക്കറി ചേർത്ത് അവൻ മില്ലിൽ പൊടിച്ച് അവൻ്റെ സ്വർണ്ണ പാക്കറ്റിലാക്കിയിട്ട് ബ്രൂക്ക് ബോണ്ടിൻ്റെ കാപ്പി നമ്മൾ തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റാണ്. അതായത് ഇവർ വേറെ എവിടെയെങ്കിലും അമേരിക്കയിലോ ജപ്പാനിലോ കൊണ്ടുപോയിട്ട് കൊടുത്താൽ നമുക്ക് പ്രശ്നമില്ല. നമ്മളെ കൽപ്പറ്റ അങ്ങാടിയിൽ തന്നെ നമ്മൾ 10 ഇരട്ടി വിലയ്ക്ക് നമ്മൾ കാപ്പിപ്പൊടി വാങ്ങുന്ന ഒരു സ്ഥിതി വന്നിരിക്കുക. ഇപ്പോൾ തൊട്ടടുത്ത കോഴിക്കോടായാലും മലപ്പുറം ആയാലും ഡൊമസ്റ്റിക് മാർക്കറ്റിൽ തന്നെ ഇങ്ങനെയാണ് നടക്കുന്നത്. സത്യത്തിൽ ഇവിടുത്തെ കർഷകന് അതിനുള്ള ഒരു ഗവൺമെൻറ്റിന് ഇതിനൊന്നും ഒരു ടെക്നോളജിയുടെ ആവശ്യമില്ല. എത്രയോ കുടുംബശ്രീകൾ പ്രവർത്തിക്കുന്നു, എത്രയോ സ്ഥാപനങ്ങൾ ഇവിടെ പൂട്ടിക്കിടക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഇവിടെ ആളില്ല. നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ആഭ്യന്തര വിപണിയിൽ തന്നെ നമുക്ക് അവർക്ക് കർഷകർ ഗുണം കിട്ടും. ഇത് നാളികേരത്തിന് ഈ പ്രശ്നമുണ്ട്. കാരണം തേങ്ങാ ചമ്മന്തിയും പിന്നെ തേങ്ങാപ്പാലും ഒക്കെ ടെട്രാ പാക്കറ്റിലാക്കിയിട്ട് വേറെ ആൾക്കാരാണ് അതിൻ്റെ ലാഭം കൊയ്യുന്നത്. നമ്മളെ കർഷകൻ കിട്ടും. ഇളനീരിൻ്റെ സ്ഥിതി തന്നെ നമുക്കറിയാം. അപ്പോൾ ഇതുപോലത്തെ വിഷയങ്ങൾ വയനാട്ടിലുണ്ട്. ഇപ്പോൾ കാപ്പി തന്നെ ഏറ്റവും വലിയൊരു ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് സമ്പ്രദായം നമ്മൾ ആരും ഇതുവരെ ഒരു എം പിയോ എം എൽ എയോ അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനങ്ങളോ ഒന്നും കർഷകരെ സഹായിക്കാൻ ഇതുവരെ വന്നില്ല. എനിക്ക് നല്ലൊരു വിഷൻ ഇക്കാര്യത്തെക്കുറിച്ചുണ്ട്. ഞാൻ ഈ വയനാട്ടിൽ വരുമ്പോൾ ഒരു പ്ലാനോട് കൂടിയാണ് വന്നിരിക്കുന്നത്. വയനാട്ടിലെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും, അതൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു വിഷണറി ലീഡർഷിപ്പിൻ്റെ അഭാവം, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ വന്നിട്ടും അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. ദേശീയ തലത്തിൽ തന്നെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മത്സരമായി അല്ലെങ്കിൽ മണ്ഡലമായി വയനാട് മാറിയിരിക്കുകയാണ്. എന്താണ് മണ്ഡലത്തിലെ ഒരു അടിയൊഴുക്ക്? അല്ല, മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു എതിരാളി ഇല്ലായിരുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല, പല കാരണങ്ങൾ കൊണ്ട്. അത് എൻ്റെ ഒരു ഇതായിട്ടല്ല ഞാൻ പറഞ്ഞത്, ഒരു നാഷണൽ പാർട്ടി എന്നുള്ള നിലയിൽ നമ്മൾ BJP ഇതുവരെ സീരിയസ് ആയി എടുക്കാത്ത ഒരു മണ്ഡലമാണ്. അത്ര ഒരു ഫൈറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇത്തവണ അങ്ങനെയല്ല, ഇത്തവണ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഒന്നാമത്തെ കാര്യം, രാഹുൽ ഗാന്ധിക്ക് ഇത്രയും സ്നേഹം ജനങ്ങൾ കൊടുത്തു. നമ്മുടെ ഒരു സൈക്ക് എന്ന് പറയുന്നത്, നമ്മളൊരാളെ കൂടുതൽ സ്നേഹിച്ചു, അയാൾ ചതിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടുള്ള വികാരം ഉണ്ടാകുന്നത്. ഇപ്പം ഒരു ബന്ധമില്ലാത്ത ഒരാളെ അവഗണിച്ചാൽ പ്രശ്നമല്ല. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഇത്രയധികം ഭൂരിപക്ഷം കൊടുത്തു, 4,35,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊടുത്തു. പക്ഷെ അദ്ദേഹം ഒരു സന്ദർഭത്തിലും ഉണ്ടായില്ല. കാരണം ഫ്ലഡ് വന്നു, എത്രയോ ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ നിന്ന് അവിടെ ഒന്നും മണ്ണിനടിയിൽ നിന്ന് ആളെ എടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. പിന്നെ ആ സമയത്തൊക്കെ സർക്കാരേതര സംഘടന സേവാഭാരതിയും സംഘവും ചെയ്തതിൻ്റെ 1000-1 പോലും ഗവൺമെൻറ് ചെയ്യില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടായില്ല. കോവിഡിൻ്റെ പ്രശ്നം വന്നു, വയനാട്ടിലെ വന്യജീവി പ്രശ്നം. ഞാൻ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളെല്ലാം നോക്കി. പാർലമെൻറ്റിൽ അദ്ദേഹം കുറേ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ ഒന്നും വയനാടിനെ പറ്റിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയെ അദ്ദേഹം നർച്ചർ ചെയ്തില്ല എന്നുള്ള പരാതി ഭയങ്കരമായിട്ടുണ്ട്. എല്ലാ ദിവസവും വരണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ സാമീപ്യം ഉണ്ടായോ, അദ്ദേഹം എന്തിലെങ്കിലും ഇടപെട്ടോ? ഒരു മന്ത്രിയെയും വയനാട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിനും ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബാക്കിയുള്ള MP മാരെയൊക്കെ ഞാൻ ആക്ഷേപിക്കുന്നത്, അവരൊക്കെ നിരന്തരമായിട്ട് പല ആവശ്യങ്ങളുമായിട്ട് മന്ത്രിമാർ. ഈ രാഹുൽ ഗാന്ധി ക്യാബിനറ്റിലുള്ള ഒരു മന്ത്രി ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് തന്നെ ചോദിച്ചു,
ഈ വനം വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ രാഹുൽ ഗാന്ധി എന്തെങ്കിലും നമ്മുടെ ഭൂപേന്ദ്ര യാദവിനെ കണ്ടിട്ടുണ്ടോ? ഞാനിവിടെ വരുമെന്നോ ഒന്നും ആലോചിക്കാത്ത സമയത്തും ഇവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ ഭൂപേന്ദ്ര യാദവ്ജിയെ വിളിച്ച് 2 ദിവസം കൊണ്ട് അദ്ദേഹം ഇവിടെ വന്നു. പക്ഷെ രാഹുൽ ഗാന്ധി വിളിക്കുമ്പോൾ എത്രമാത്രം പ്രാധാന്യം അദ്ദേഹത്തിന് കിട്ടും. എപ്പോഴും പ്രതിപക്ഷ എംപിമാരെ പ്രധാനപ്പെട്ട ആൾക്കാർ വിളിക്കുമ്പോൾ ഒരു മന്ത്രിയെയും അദ്ദേഹം കണ്ടില്ല. ഇപ്പോൾ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്ജിയുടെ ഓഫീസിൽ ഞാൻ ചോദിച്ചു, റെയിൽവേ ഇല്ലാത്ത ഒരു മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിക്കുകയാണ്, ഒരിക്കലെങ്കിലും അദ്ദേഹം ഒരു റെയിൽവേ മന്ത്രിയെ കാണാൻ പോയി എന്ന് പറഞ്ഞാൽ അതിനൊരു സത്യമുണ്ട്. അതൊരിക്കലും അദ്ദേഹം പോയില്ല. ഇതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. അദ്ദേഹം വളരെ ഒരു അവഗണനയാണ് വയനാടിനോട് കാണിച്ചത്. അത് വലിയ തോതിലുള്ള അമർഷം വോട്ടർമാർക്കിടയിലുണ്ട്. അത് ഇത്തവണ അനിരാജ വന്നു എന്നുള്ളത് കൊണ്ട് ഒരു പ്രസക്തിയില്ല. അവർ തന്നെ പറയുകയാണ്, നിങ്ങൾ വരണ്ട, നമ്മൾ തമ്മിൽ ഫൈറ്റ് എന്തിനാണ്, ഫ്രണ്ട്സ് ആണെന്നാണ് പറയുന്നത്. അത് അവരുടെ ഭർത്താവ് തന്നെ പറയുന്നത് ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കണം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം വോട്ടർമാർക്കിടയിലുണ്ട്. മെയിനായിട്ട് രാഹുൽ ഗാന്ധിയോടുള്ള വല്ലാത്തൊരു അത് അദ്ദേഹം ഒന്നും ചെയ്തില്ല. അതായത് ഒരു 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 വയനാട്ടിലെ അദ്ദേഹം പറയുന്നത് എൻ്റെ കുടുംബമാണ് വയനാടെന്നാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കള്ളക്കളി വീണ്ടും പുറത്ത് വരികയാണ്. അദ്ദേഹം അമേഠിയിൽ മത്സരിക്കാൻ പോവുകയാണ്. ഒരു വൈസ് പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു സത്യസന്ധനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇങ്ങനെ മറച്ചു വെക്കരുത്. ഇത് 26 കഴിഞ്ഞിട്ടേ അദ്ദേഹം പ്രഖ്യാപിക്കുള്ളൂ. നോക്കൂ, അമേഠിയിൽ അദ്ദേഹം പോവുകയാണ്. ഇവിടെ വന്നിട്ട് അദ്ദേഹം എൻ്റെ കുടുംബമാണെന്നാണ് പറഞ്ഞത്. കുറേ കാലം പറഞ്ഞു അമേഠി എൻ്റെ പരിവാറാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അമേഠി മാറ്റിയിട്ട് വയനാടായി. ഇപ്പോൾ പറയുന്നത് വയനാട് കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും പോവുകയാണ്. അപ്പോൾ ഇത് വോട്ടർമാർക്കിടയിൽ വല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ചെറിയ സംഗതിയല്ല. അവർ വിശ്വാസം അർപ്പിച്ചിരിക്കും. അവരുടെ ഒരു വോട്ടർമാർ ഞാൻ കണ്ടവരെല്ലാം പറയും, സാർ ഞങ്ങൾക്ക് ഒരു സ്ഥിരം ആൾ വേണം, ഇങ്ങനെ ഈ വഴിപോക്കരും വന്നു പോകുന്നവരും വേണ്ട, ഞങ്ങൾക്കൊരു പെർമനൻ്റ് ആൾ ഇവിടെ വേണം. അതാണ് എൻ്റെ ഒരു സ്ട്രെങ്ത്തും. അതാണ് ഞാനിവിടെ ഉണ്ട്, ഇവിടുത്തുകാരനാണ്, എനിക്കിവരെ അറിയാം, ഇവരുടെ ഭാഷ മനസ്സിലാവും, ഇവരോടൊപ്പം ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രെങ്ത്താണ് എൻ്റെ ഏറ്റവും വലിയ കൈമുതൽ. ഈ മണ്ഡലത്തിൽ സ്ഥിരം, കാരണം മറ്റുള്ള ഒരു ഹൈഫൈ കോൺസ്റ്റിറ്റ്യുവൻസി, ഒരു അർബൻ കോൺസ്റ്റിറ്റ്യുവൻസി ആണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ആരോട് അവർ പറയും? ഈ വനവാസി ആദിവാസികളുടെ സഹോദരന്മാർ ആരോട് പറയും? ഇവിടുത്തെ കുടിയേറ്റ കർഷകന്മാർ ആരോട് പറയും? അവർക്ക് പറയാനൊരാളില്ല. ഇപ്പോൾ അവർക്കൊരു ബോധ്യമുണ്ട്. കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനാണ്, BJP പ്രവർത്തകനാണെങ്കിലും എല്ലാ ആൾക്കാർക്കും അത് സ്വീകാര്യനായിട്ടൊരു ഒരാളിവിടെ ഉണ്ട് എന്നുള്ള തോന്നൽ. അത് എൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ സ്ട്രെങ്ത് അതാണ്. ഞാനൊരു വലിയൊരു പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ നിന്നുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. എന്തിനാണ് നമ്മൾ ആളുകൾക്ക് ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അതേ ഞാൻ പറയുന്നുള്ളൂ. കാരണം വെച്ചാൽ ആളുകൾ ഇപ്പോൾ ചോദിക്കുകയാണ് പല കാര്യങ്ങളും, ഇന്ന വിഷയത്തിൽ എന്താണ് സമീപനം. ഇപ്പോൾ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു. 5-6 വിഷയങ്ങളുണ്ട് ഇവിടെ പ്രധാനമായിട്ട്. ഒന്ന് ഈ വനം വന്യജീവി പ്രശ്നമുണ്ട്, രാത്രി യാത്രയുടെ പ്രശ്നമുണ്ട്, ധാരാളം വിഷയങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാത്തിനും അതിന് പോംവഴിയുണ്ട്. കാരണം രാത്രി യാത്രയുടെ കാര്യത്തിൽ മാത്രം അത് കോടതിയുടെ ഒരു പ്രശ്നമുണ്ട്. അത് ഞാനിപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്ന പോലെ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് ഞാൻ പറയുന്നില്ല. ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും പരിഹരിക്കാൻ കഴിയും. കാരണം മോദിജി അവിടെ ഉള്ളപ്പോൾ ഇതൊന്നൊരു പ്രശ്നമല്ല. ഇത് സുപ്രീം കോടതി പറയുന്നതുകൊണ്ടാണ് ഈ ഒരു രാത്രി യാത്ര. അതിപ്പോൾ നമ്മൾ ആര് വിചാരിച്ചാലും അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്നതല്ല. സംസ്ഥാന ഗവൺമെൻറ് വിചാരിച്ചാലും അതിനേക്കാൾ അപ്പുറത്താണ് അതിൻ്റെ കാര്യങ്ങൾ. ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയും. അതെനിക്ക് 100% വിശ്വാസമുണ്ട്. കാരണം നരേന്ദ്രമോദിജിയുടെ സർക്കാരിൽ നമുക്ക് ചെയ്യിപ്പിക്കാൻ കഴിയും. ആ ഉറപ്പ് വോട്ടർമാരുടെ ഇടയിലുണ്ട്. മോദി ഗ്യാരണ്ടി. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ധാരാളം ബെനിഫിഷ്യറീസ് ഉണ്ട്. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. 8 ലക്ഷത്തിലധികം കിസാൻ സമ്മാൻ നിധി ഈ ഒരു വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ മാത്രം കിട്ടിയിട്ടുണ്ട്. വീടുകൾ കിട്ടിയതായാലും മറ്റ് പദ്ധതികളായാലും എല്ലാത്തിലും സ്ത്രീകളുടെ പങ്ക് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ബെനിഫിഷ്യറീസിൽ സ്ത്രീകളാണ്. അപ്പോൾ അവർക്കറിയാം മോദി വെറുതെ പറയുന്നതല്ല, എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു 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 പ്രധാന വിഷയം എന്ന് പറയുന്നത് ഒരു അന്യതാബോധം അവർക്ക്, അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണെന്നുള്ള ഒരു ബോധം ഇപ്പോൾ അവർക്ക് NDA വന്നതോടുകൂടി ഇല്ല. കാരണം കാര്യങ്ങൾ നടത്തിത്തരാൻ, മോദി സർക്കാരിൻ്റെ കീഴിൽ കാര്യങ്ങൾ നടത്തിത്തരാൻ കഴിയുമെന്നുള്ള വിശ്വാസം വോട്ടർമാർക്ക് വന്നിട്ടുണ്ട്. നിരവധി വികസന വിഷയങ്ങൾ പറഞ്ഞിട്ടും മാധ്യമങ്ങൾ ചർച്ചയാക്കിയത് ഈ പേരുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട അതിലെന്താണെന്നറിയോ, അത് എന്നെ സത്യം പറഞ്ഞാൽ അവർ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ നിർത്തി. അവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞതാണ് സത്യം. ഞാനിതൊരു വിവാദത്തിന് വേണ്ടി പറഞ്ഞതേ അല്ല. ഞാൻ ഒരു ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകൻ ആ സ്ഥലത്തെത്തിയപ്പോൾ, ഇങ്ങനെ ആ ഗണപതി വട്ട ക്ഷേത്രത്തിനടുത്തെത്തിയപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ചർച്ചകൾ അദ്ദേഹം ചോദിച്ചതാണ്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ഞാനൊരു പത്രസമ്മേളനം നടത്തിയിട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞ കാര്യമല്ല അത്. പക്ഷേ അത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ബോധ്യമായപ്പം ശരിക്കുള്ള ചർച്ച മാധ്യമങ്ങൾ പോയി. ഇത് ഉയർത്തിക്കൊണ്ടുവന്നവരുടെ ദുഷ്ടലാക്കി എനിക്കറിയാം. പക്ഷെ അവർ 24 മണിക്കൂറിനുള്ളിൽ അത് സ്കൂട്ടായി. എന്താ കാരണം? റിയാസ് അടക്കം കൊടുക്കും. റിയാസിൻ്റെ
പിന്നെ ഉത്തരം പറയേണ്ടി വരും. റിയാസിൻ്റെ ടൂറിസം ഇതിലെല്ലാം ഗസറ്റുകളിലും അവരുടെ വിജ്ഞാപനങ്ങളിലും എല്ലാം ഗണപതി വട്ടാണ്. റവന്യൂ രേഖകളിലെല്ലാം ഗണപതി വട്ടാണ്. മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ ടൈറ്റിൽ ഡീഡുകളെല്ലാം നോക്കൂ, നിങ്ങൾ ഭൂമിയുടെ പട്ടയം, ആധാരം ഒക്കെ നോക്കൂ, എല്ലാം ഗണപതി വട്ടാണ്. അത് ടിപ്പു വന്ന് പോയി എത്രയോ കാലം കഴിഞ്ഞിട്ടും അത് തന്നെയാണ് ഉപയോഗിച്ചത്. പക്ഷെ മൈൻഡ് സെറ്റിൻ്റെയാണ് പ്രശ്നം. അവർ ടിപ്പു സുൽത്താൻ എന്ന് കേട്ടപ്പോഴാണ് അവർക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത്. അപ്പോൾ അവർക്ക് ഇവിടെ പഴശ്ശിയുണ്ട്, തലക്കൽ ചന്തുണ്ട്, എടച്ചന കുങ്കനുണ്ട്, അവരെയൊക്കെ തമസ്കരിക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ. നോക്കൂ നിങ്ങൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയത് ഇവിടെയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ബീജാവാപം ചെയ്യപ്പെട്ട മണ്ണാണിത്. പഴശ്ശിയും തലക്കൽ ചന്തുവും എടച്ചന കുങ്കനും ഒക്കെ നടത്തിയ ഒരു ഉഗ്രൻ പോരാട്ടമുണ്ട് ഇവിടെ. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പഠിച്ച മറ്റേ ഇതൊന്നുമല്ല, പട്ടാളത്തിൻ്റെ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ചൊരു മണ്ണാണ്. പക്ഷെ അത് തമസ്കരിക്കപ്പെട്ടു. ടിപ്പുവിൻ്റെ ഫൈറ്റ് വന്നപ്പോഴും പട വന്നപ്പോഴും ഉണ്ടായിട്ടുണ്ട്. വയനാട്ടിലാണ് ആദ്യം ചെറുത്തുനിൽപ്പുണ്ടായത്. ശ്രീരംഗപട്ടണം മൈസൂർ വഴി ഇവിടെ വന്നപ്പോൾ, മുത്തങ്ങ വഴി ഇവിടെ വന്നപ്പോഴാണ് ഒരു എതിരാളികളെ, കുറിച്യപ്പടയെ, ഇവിടുത്തെ ഗോറില്ല വാറിനെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എത്രയോ ക്ഷേത്രങ്ങൾ തകർത്ത ആളാണ്. ഹിന്ദുക്കളെ മാത്രമല്ല, നമ്മൾ കാണേണ്ട ഒരു കാര്യം, കുടകിലും മംഗലാപുരത്തും ക്രിസ്ത്യൻ ആരാധനാലയങ്ങളും ജനോസൈഡ് എന്ന് പറഞ്ഞാൽ പച്ചയായ വംശഹത്യയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇതൊന്നും ചരിത്രത്തിൽ നിന്ന് എനിക്ക് അവരോട് പറയാനുള്ള, അറ്റ്ലീസ്റ്റ് ഒരു പൊതുപ്രവർത്തകൻ വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ വായിക്കാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ എങ്ങനെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു, പ്രത്യേകിച്ച് മലബാറിലുള്ള. ഞാൻ അവരോട് ചോദിക്കുന്നു, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകം ഉണ്ടെങ്കിൽ BJPയുടെ ആധികാരിക രേഖ വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. വില്യം ലോഗൻ്റെ മലബാർ മാനുവലെങ്കിലും വായിക്കാൻ ഞാനൊക്കെ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് മലബാർ മാനുവൽ വായിച്ചിട്ടുണ്ട്. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചരിത്ര സത്യങ്ങളാണ് അതിനകത്തുള്ളത്. അതുപോലും വായിക്കാത്തവരാണ് ഇവിടെ തട്ടിവിടുന്നത് വലിയ വലിയ സാഹിത്യകാരന്മാർ. പിന്നെ കുറേ നിരീക്ഷകന്മാരെന്ന് പറഞ്ഞ് ചാനലിൽ സംസാരിക്കുന്നുണ്ട്. അവർ കേട്ടാൽ തോന്നുന്നു അവർ സംഘപരിവാറിൻ്റെയൊക്കെ വളരെ നല്ല ഗുഡ് ബുക്കിലുള്ളവരാണ്. ഒന്നുമല്ല, അവരെല്ലാം കോൺഗ്രസ്സുകാരാണ്. അവരുണ്ടാക്കുന്ന ഒരു നെറേറ്റീവാണിത്. ഇതൊന്നും ഞാനുണ്ടാക്കിയ നെറേറ്റീവല്ല. ഞാനിത് എത്രയോ കാലം മുമ്പ് ഇവിടെ ആൾക്കാർ പറഞ്ഞ ഒരു റിയാലിറ്റി പറഞ്ഞു. ഇത് വിവാദമാക്കണം എന്നൊന്നും ഉദ്ദേശിച്ചില്ല. പക്ഷേ പിന്നീട് നമ്മുടെ നേതാക്കന്മാരും ആൾക്കാരൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഓരോന്നോരോന്നായിട്ട് പുറത്തു വിട്ടപ്പം അവർ ആ വിവാദത്തിൽ നിന്ന് പിന്മാറി. ഇതാണ് സത്യം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ ആദ്യ ദിവസം എൻ്റെ പ്രസ്താവന ആന വന്നതിന് അത്രയും രാഹുൽ ഗാന്ധി, നാഷണൽ TV എല്ലാം ചർച്ച ചെയ്തു. ആന വയനാട്ടിൽ വന്നതിനേക്കാൾ കുറവാണ്, രാഹുൽ ഗാന്ധി വന്നതിനേക്കാൾ കൂടുതൽ ആനകൾ വയനാട്ടിൽ. ആ പ്രസ്താവന ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തു, ഒരൊറ്റ മലയാള മാധ്യമം ചർച്ച ചെയ്തില്ല. കാരണം അതൊരു വളരെ സർക്കാസമാണെങ്കിലും അതാണ് റിയാലിറ്റി. അത് നാഷണൽ മീഡിയ എല്ലാം ചർച്ച ചെയ്തു. രാഹുൽ ഗാന്ധി വയനാടിനെ MP എന്നുള്ളതിൽ അവഗണിച്ച വിഷയങ്ങൾ മുഴുവൻ ഞാൻ ഉയർത്തി. എല്ലാ ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങളും അത് ചർച്ച ചെയ്തു. ഒരൊറ്റ മലയാളം ചാനലും ചർച്ച ചെയ്തില്ല. കാരണം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഒരു ബുദ്ധിമുട്ട് വരരുത്. കേരളത്തിലെ ഒരു മീഡിയ സൈക്ക് അങ്ങനെയാണ് പോകുന്നത്. അതായത് UDF അവരുടെ വെച്ച് BJP വരുമ്പോൾ അത് പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ കിട്ടിയ ഒരടി അടിക്കാം എന്നുള്ള നിലയിലാണ്. പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം അവർ മനസ്സിലാക്കിയപ്പോൾ അവർ പെട്ടെന്ന് പിന്മാറി. മലയാള മാധ്യമങ്ങളെ പോലെ ഇത്രയും സത്യസന്ധതയില്ലാത്ത, ഇത്രയും നട്ടലില്ലാത്ത ഒരു വർഗം അവർ ഇതിൽ നിന്ന് പിന്മാറിയപ്പോൾ ഇപ്പോൾ ഒരു ചർച്ചയില്ല, അവർ മിണ്ടുന്നേ ഇല്ല. വയനാട്ടിൽ നിരവധി വർഷങ്ങളോളം പ്രവർത്തിച്ച ഒരാളാണ്. വയനാടിൻ്റെ ഒരു സാഹചര്യം, അവിടുത്തെ മനുഷ്യർ, അവിടുത്തെ മണ്ണ്, ഇതിനെപ്പറ്റി അല്ല, വയനാട് ഞാൻ പറഞ്ഞാൽ ഇത്രയും പച്ച മനുഷ്യർ നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ കഴിയില്ല. ഇത്രയും നല്ല മനുഷ്യർ. കാരണം അവർക്ക് യാതൊരു തരത്തിലുള്ള കളങ്കവും ഇല്ല. സത്യമായിട്ടും അവർ ജീവിക്കുന്നത് ഒരു സത്യയുഗത്തിലാണ് അവർ ജീവിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഞാൻ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി, ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ വിശ്വാസ്യത അത്രയ്ക്ക് ഭയങ്കര ശക്തമാണ് ഇവിടെ. എന്നുവെച്ചാൽ അവർ സത്യം പറഞ്ഞാൽ അവർ സത്യത്തിൻ്റെ കൂടെ അവർ ഉറച്ചു നിൽക്കും. ഇവിടെ ഒരു വലിയ പ്രചരണം ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കി, ഇടത് ചരിത്രകാരന്മാരെല്ലാം പറഞ്ഞു ഈ പണിയരും ഇവരൊന്നും ഹിന്ദുക്കളല്ല. ഞാൻ എത്രയും ഒരു മണ്ടത്തരം പറയുന്ന ചരിത്രകാരന്മാരെ, അവർക്ക് ഹിന്ദു വിശ്വാസങ്ങളില്ല. ഞാൻ അവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ വള്ളിയൂർക്കാവ് എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്, അവിടെ 10,000-കണക്കിനാണ് പണിയ സമുദായത്തിൽപ്പെട്ട ആദിവാസികൾ വന്ന് അവരുടെ ആ ഭക്തി എത്രയാണെന്നറിയാം നിങ്ങൾക്ക്. കൽപ്പറ്റയിൽ മാരിയമ്മൻ കോവിൽ ഉത്സവമുണ്ട്, നിങ്ങൾ അതിൻ്റെയൊക്കെ വിഷ്വൽസ് എടുത്ത് നോക്കണം. പണിയ സഹോദരിമാർ 10,000-കണക്കിന് തലയിൽ, അവർ ഈ താലത്തിലൊന്നുമല്ല, ഈ വാഴയുടെ ഈ തണ്ടുകൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേക താലത്തിൽ തലയിൽ മുഴുവൻ
ഈ പിന്നെ നിലവിളക്ക് കത്തിച്ച് വെച്ച് അവരിങ്ങനെ കിലോമീറ്ററുകൾ നടന്നിട്ടാണ് മാരിയമ്മൻ കോവിലേക്ക് വരുന്നത്. ഞാനിതൊക്കെ എത്രയോ കണ്ടവനാണ്. 10-12 വർഷം എല്ലാ വള്ളിയൂർക്കാവ് ഉത്സവത്തിനും ഞങ്ങൾക്ക് അവിടെ ആദിവാസി സംഘത്തിനൊരു കഞ്ഞി വിതരണമുണ്ട്. അതിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരാളാണ്. മാരിയമ്മൻ കോവിലെ എല്ലാ ഉത്സവത്തിലും പങ്കാളിയായിരുന്ന ഒരാളാണ്. എന്നിട്ടാണ് ഇവർ പറയുന്നത് പണിയന്മാർ ഹിന്ദുക്കളല്ല, അവർ ആദിവാസികൾ വേറെ ഗോത്രമാണ്. ഇതുപോലത്തെ ഒരു വ്യാജ നെറേറ്റീവാണ് അവരുണ്ടാക്കുന്നത്. പക്ഷേ ഇത്രയും സത്യസന്ധർ. ഇപ്പോൾ ശ്രീരാമൻ്റെ നിങ്ങൾ നോക്കൂ, ശ്രീരാമ ജന്മഭൂമിയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് വയനാട്ടിലെ ട്രൈബൽ കമ്മ്യൂണിറ്റി. ശബരിമല ഞാനിപ്പോൾ ചെല്ലുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. ശബരിമല പ്രക്ഷോഭത്തിൽ ആ സമരത്തിലെ ദൃശ്യങ്ങളൊക്കെ ഈ ആദിവാസി സമൂഹത്തിനിടയിൽ എത്രമാത്രം സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളത് അവർക്ക് ഈ പുറം ലോകത്തിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്നാമത്. രണ്ടാമത്തത് കുടിയേറ്റ കർഷകരാണ്. അതിൽ നല്ലൊരു വിഭാഗം ക്രൈസ്തവ സഹോദരന്മാരാണ്. അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളെ ആ കാലത്ത് ഇവിടെ വന്നവരാണ്. ഈ വന്യമൃഗങ്ങളുടെയൊക്കെ കോട്ടയത്തു നിന്ന് അതുപോലെ തെക്കൻ ഭാഗത്തു നിന്ന് വന്ന 10,000-കണക്കിന് കുടിയേറ്റ കർഷകരുണ്ട്. അതിൽ മഹാഭൂരിപക്ഷം ക്രൈസ്തവ കമ്മ്യൂണിറ്റി. അവരുടെ ഒരു കഠിനാധ്വാനമാണ് വയനാടിനെ ഇങ്ങനെയാക്കിയത്. ക്രൈസ്തവ സഭകളുടെ പങ്ക് ചെറുതല്ല. ഇവിടുത്തെ നല്ല ഹോസ്പിറ്റലുകൾ, നല്ല പിന്നെ മെഡിക്കൽ സൗകര്യങ്ങൾ, അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, കർഷകരൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അവർ നടത്തിയ ശ്രമങ്ങൾ, ഇതെല്ലാം വളരെ അത്രയും നല്ലൊരു ജനവിഭാഗമാണ്. പക്ഷേ ഭയങ്കര ചൂഷണത്തിന് അവർ വിധേയമായി. ഇപ്പോൾ പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് അഴിമതി ഉണ്ടല്ലോ, നമ്മൾ ഈ കരുവന്നൂരും കണ്ടലൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും ഭീകരമായ അഴിമതി നടന്നു. അതുപോലെ CPMൻ്റെ ഒരു സൊസൈറ്റി നടത്തിയ തട്ടിപ്പ്, ഇതെല്ലാം കർഷകരെ വല്ലാതെ ദ്രോഹിച്ചിരിക്കുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നല്ല നല്ല സത്യസന്ധരും ഹൃദയമുള്ളവരും നല്ല മനുഷ്യരുടെ ഒരു മണ്ണാണ് വയനാട്.